ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ഏറ്റവും നല്ല ശബ്ദമാധുര്യത്തിൽ അല്ലാഹു അഹദ് എന്ന് ഉറക്കെ വിളിച്ച മഹാനായ സയ്യിദുനാ ബിലാൽ 3 ദിവസത്തോളം സൂര്യതാപമേറ്റു മരുഭൂമിയിൽ കനൽക്കട്ട പോലെ തിളങ്ങുന്ന മണൽപ്പരപ്പിന്റെ മുകളിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മലർത്തിക്കിടത്തിയിട്ട് വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് നെഞ്ചത്തേക്ക് പിടിച്ചു വെക്കുമ്പോഴും കാരുണ്യവാനായ പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അടിമപ്പാളയത്തിനകത്ത് പ്രസവിച്ചു വീണ ബിലാൽ മുഅദ്ദിർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് തട്ടിയ ആരംഭ റസൂലിന്റെ കരസ്പർശനത്തിന്റെ സുഖമേ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. തൊണ്ടവറ്റി വരണ്ട ശരീരത്തിന്റെ ജലാംശം നഷ്ടപ്പെട്ടു പോയപ്പോൾ പാവപ്പെട്ട ബിലാൽ മുഅദ്ദിർ റളിയല്ലാഹു അൻഹു ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ബിലാൽ മുഅദ്ദിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്യകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തുന്നത്. ആ ബിലാൽ മുഅദ്ദിർ റളിയല്ലാഹു അൻഹു നാളെ അല്ലാഹുവിന്റെ സുന്ദര സ്വർഗ്ഗത്തിൽ വരുമ്പോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസർ കോരി കുടിക്കൂ ബിലാൽ എന്നല്ല പറയുന്നത്. ആ ഹൗദുൽ കൗസർ കോരി ബിലാൽ മുഅദ്ദിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്യകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഹൗദുൽ കൗസറിന്റെ അരികത്ത് ചെന്നിരുന്ന് കോരി കുടിക്കുമ്പോ അല്ലെങ്കിൽ എടുത്തു കൊടുക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്യകത്തേക്കാണ് ഹൗദുൽ കൗസർ എന്ന പാനീയം അല്ലാഹു ഒഴിച്ചു കൊടുക്കുന്നത്. അടിമുടി കറുത്ത ബിലാലാണ്, അവരാത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്. ശരീരം മുഴുവനും കറുപ്പായിരുന്നു. കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൃദയത്തിന്റെ വെളുപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ തീർത്തു സയ്യിദുനാ ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു